ഹായ് ഓൾ, ഞാൻ ദിവ്യ. മെഡിഹബ് ഗ്ലോബലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. അത് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മേഖലയിലും സൃഷ്ടിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അനവധിയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ പുതിയ കാലത്തിൻ്റെ കോഴ്സുകൾ എന്തൊക്കെയാണെന്നും അത് ഏതൊക്കെ സെക്ടറിനാണ് ഫ്യൂച്ചറിൽ ഇനി സ്കോപ്പ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഫസ്റ്റ് വൺ, ബിഗ് ഡാറ്റ ഓർ ഡാറ്റ സയൻസ് എന്നുള്ളതാണ്. നമുക്ക് ഇന്നറിയാം, നമ്മളെല്ലാം ജീവിക്കുന്നത് ഡാറ്റയുടെ ലോകത്താണ്. ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഒരുപാട് ഡാറ്റയാണ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡാറ്റ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ബിഗ് ഡാറ്റയ്ക്ക് വളരെയധികം സ്കോപ്പാണുള്ളത്. ഇപ്പോഴുള്ള പല ഇ-കൊമേഴ്സ് കമ്പനീസും ഈ ബിഗ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കോഴ്സുകൾ എന്ന് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ, IT, മാത്തമാറ്റിക്സ്, അതുപോലെ എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ഡിഗ്രി ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ കോഴ്സ് സെക്ടർ എന്ന് പറയുന്നത്, ബിഗ് ഡാറ്റ ഓർ ഡാറ്റ സയൻസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, അതുപോലെ റോബോട്ടിക്സ് എന്നതാണ്. AI എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗത്തിലാണ്. ഇന്ന് എല്ലാ മേഖലയിലും യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഹോം, ഹെൽത്ത് കെയർ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, കസ്റ്റമർ സർവീസ്, എഡ്യൂക്കേഷൻ എന്ന് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് എന്നിവയ്ക്കൊക്കെ വളരെ അധികം നല്ല ഫ്യൂച്ചറാണ് ഉള്ളത്. ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പുള്ള കോഴ്സുകളാണ് ഇവയെല്ലാം. ഇത് ചെയ്യാനായിട്ട് എയറോനോട്ടിക്കൽ, അതുപോലെ എയറോസ്പേസ്, കമ്പ്യൂട്ടർ തുടങ്ങിയവയിലെല്ലാം ഡിഗ്രി ചെയ്തിട്ട് നമുക്ക് AI അല്ലെങ്കിൽ MLൽ മാസ്റ്റേഴ്സ് ചെയ്യാവുന്നതാണ്. റോബോട്ടിക്സിലൊക്കെ മാസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് മെഡിസിനാണ്. ഏറ്റവും വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മുടെ ഈ മെഡിസിൻ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം നല്ല സ്കോപ്പാണ് മുന്നോട്ടുള്ളത്. വളരെ ഇപ്പോൾ മെഷീൻ ലേണിംഗ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ് മെഡിസിനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാറ്റ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും വളരെയധികം സ്കോപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അതുപോലെ സ്പെഷ്യലിസ്റ്റ്, ഇവർക്കൊക്കെ നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ സ്പെഷ്യലൈസേഷൻസ് ചെയ്യാനായിട്ട് MBBSന് ശേഷം MS, അതുപോലെ MD ഒക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഹെൽത്ത് സയൻസ്, തെറാപ്പീസ് തുടങ്ങിയവയ്ക്കൊക്കെ നല്ല സ്കോപ്പാണ് ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഉള്ളത്. നെക്സ്റ്റ് ഒരു സെക്ടർ എന്ന് പറയുന്നതാണ് ബയോടെക്നോളജി. പുതിയ ഡ്രഗ്സ്, അതുപോലെ തന്നെ പുതിയ വാക്സിൻസ് ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോടെക്നോളജിക്കും നല്ല ഒരു സ്കോപ്പാണ് ഉള്ളത്. ബയോടെക്നോളജിക്ക് തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഫോറൻസിക്, അതുപോലെ ജനറ്റിക് ടെക്നോളജി, റെമഡിയേഷൻ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം ബയോടെക്നോളജിയുടെ വിവിധ ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറയുന്നതും ഫ്യൂച്ചറിലേക്ക് വളരെയധികം സ്കോപ്പുള്ള ഒരു സെക്ടർ തന്നെയാണ്. അതുപോലെ നമുക്ക് ബയോടെക്നോളജിയിൽ ബോത്ത് UG ആൻഡ് PG കോഴ്സസ് അവൈലബിൾ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ ഡിഗ്രി ചെയ്തിട്ട് നമുക്ക് ബയോടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ വരുന്ന ഒരു ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ഉള്ള ഒരു സെക്ടർ എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് കോഴ്സസ്. കാരണം ഇപ്പോൾ ഉള്ള കമ്പനികൾക്ക് പ്രോഫിറ്റ് കൂട്ടാനും, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് മാനേജ് ചെയ്യാനും, അവരുടെ ഒരു ബ്രാൻഡ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള കോഴ്സുകൾക്കും വളരെ അധികം സ്കോപ്പാണ് ഉള്ളത്. ഇതിൽ UG ആൻഡ് PG കോഴ്സസ് അവൈലബിൾ ആണ് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ. അത് ചെയ്യാവുന്നതാണ്. സയൻസ് ആൻഡ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഈ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതി, അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഒരുപാട് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊക്കെ ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എനർജി റിസോഴ്സസ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സിനൊക്കെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ഉള്ളത്.
എൻവയോൺമെൻറ്റൽ സയൻസിൽ നമുക്ക് UG ആൻഡ് PG കോഴ്സസ് അവൈലബിൾ ആണ്. നമുക്ക് എൻവയോൺമെൻറ്റൽ എൻജിനീയറിങ്ങും നമുക്ക് പഠിക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് മെയിനായിട്ടും വരും കാലത്തേക്ക് സ്കോപ്പുള്ള സെക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്കോപ്പ് മാത്രം നോക്കാതെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റും നമുക്ക് അത് പഠിക്കാനുള്ള ക്യാപ്പബിലിറ്റിയും അനുസരിച്ചിട്ട് വേണം നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. സോ ഓൾവേസ് മേക്ക് വൈസ് ഡിസിഷൻസ് അബൌട്ട് യുവർ കരിയർ. താങ്ക് യു.